الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا محمدا عبده ورسوله اللهم صل وسلم وبارك عليه وعلى آله وصحبه كلما ذكره الذاكرون وغفل عن ذكره الغافلون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها النبي إنا أرسلناك شاهدا ومبشرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا صدق الله مولانا العلي العظيم صدق وبلغنا رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين غبار راہ کو بخشا فروغ وادی سینا نگاہ عشق و مستی میں وہی اول وہی آخر وہی قرآن وہی فرقان وہی طٰہٰ وہی یاسین کی محمد سے صلی اللہ علیہ وسلم کی محمد سے وفا تو نے تو ہم تیرے ہیں یہ جہان چیز ہے کیا لوح و قلم تیرے ہیں ബഹുമാനരായ സത്യം അന്വേഷിച്ചെത്തിയ എൻ്റെ അഭിമന്യ സഹോദരങ്ങളെ, മുഅ്മിനുകളെ, മുഅ്മിനാത്തുകളെ, അല്ലാഹുവിൻ്റെ അന്ത്യപ്രവാചകർ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അടുത്തറിയാൻ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിച്ചേർന്ന മറ്റു മതവിശ്വാസികൾ, മതമില്ലാത്തവർ, മതമുണ്ട് പക്ഷേ എന്താണതെന്നറിയാത്തവർ, മുസ്ലിമാണ് പക്ഷേ ആരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നറിയാൻ അവസരം ലഭിച്ചിട്ടില്ലാത്തവർ, ഈ ഒത്തുചേരൽ ഒരു സാധാ ഒത്തുചേരൽ പോലെ കാണരുത്. ഒരുപിടി സമ്മേളനങ്ങളും ഒത്തുചേരലുകളും ഒക്കെ സാക്ഷികളായ ആളുകളാണ് നിങ്ങളൊക്കെ. ഈ ഒത്തുചേരലിൻ്റെ പിന്നിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഗതി മാറ്റിയെടുക്കാൻ കഴിയണം. ഇത് എന്തിന് ഞാനിവിടെ ലോകത്ത് വന്നു എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടേണ്ട സദസ്സാണ്. എന്താണ് ഈ അഭൂതപൂർവമായ ഈ ലോകത്തിൻ്റെ സൃഷ്ടിപ്പിൻ്റെ രഹസ്യം? എന്താ എൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥം? എന്താ? ഇതിന് ഉത്തരം കണ്ടെത്തി തിരിച്ചു പോകേണ്ട സദസ്സാണിത്. ഒരുപക്ഷെ ഒരുപിടി ആളുകൾക്ക് ജീവിതത്തിൽ അത് വലിയ മാറ്റത്തിന് കാരണമായേക്കാം. അള്ളാഹു അങ്ങനാക്കി തരുമാറാകട്ടെ. സ്രഷ്ടാവിനെ അറിയുക എന്ന ഒരു
സദസ്സിന്റെ പിറകെയാണ് നബി തിരുമേനിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അറിയുക എന്ന പ്രമേയവുമായി ഈ പരിപാടി ഇവിടെ നടക്കുന്നത്. ഇതിനധ്വാനിച്ച ഒരുപാട് ആളുകൾ, ഇസ്ലാമിക് സെന്ററിന്റെ ഗുണകാംക്ഷികളും പ്രവർത്തകന്മാരുമായ എൻ്റെ സുഹൃത്തുക്കൾ, എല്ലാവരുടെയും കർമ്മം അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ രോഗികൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. വഴിതെറ്റി ജീവിക്കുന്ന മുഴുവൻ മനുഷ്യ സമൂഹത്തിനും ഹിദായത്തിന്റെ സന്മാർഗത്തിന്റെ വഴി അള്ളാഹു തുറന്നു കൊടുക്കുമാറാകട്ടെ. മൂടിക്കിടക്കുന്ന ഹൃദയങ്ങളെ അള്ളാഹു തുറന്നു കൊടുക്കുമാറാകട്ടെ. മനുഷ്യ ജീവിതത്തിന് ഒരേ ഒരു അവസരമാണ് അള്ളാഹു തന്നത്, ഒരേ ഒരവസരം. അള്ളാഹുവിന്റെ സൃഷ്ടിജാലങ്ങളിൽ മുഴുവനും ഇത്രയും അത്ഭുതമുള്ള ഒരു സൃഷ്ടി മനുഷ്യനല്ലാതെ വേറെയില്ല. അത് മനുഷ്യൻ അള്ളാഹു നൽകിയ ബുദ്ധിയാണ്, അവന്റെ ഇന്റലക്ട്സ്. മരണത്തോടുകൂടെ അവന്റെ കർമ്മങ്ങൾ അവസാനിച്ചു പോവുകയാണ്. അനന്തമായ ഒരു ജീവിതം മരണത്തിന്റെ ശേഷം മനുഷ്യനെ കാത്തിരിക്കുന്നു. ഭൂമിയിലെ കർമ്മങ്ങൾക്ക് അവന്റെ വചനം, അവന്റെ പ്രവൃത്തികൾ രക്ഷയും ശിക്ഷയും നൽകപ്പെടുന്നത് പരലോകത്ത് വെച്ചാണ്. ഈ ആശയം ലോകത്ത് പഠിപ്പിക്കാൻ വേണ്ടി വന്ന അമ്പിയാക്കന്മാർ, അള്ളാഹുവിന്റെ ദൂതന്മാർ ലക്ഷക്കണക്കിനാണ്. ചിലരുടെ പേര് നമുക്കറിയാം, ചിലരുടെ പേര് നമുക്കറിയില്ല. പക്ഷേ ആമന റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂന കുല്ലുൻ ആമന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റസൂലിഹി. മനുഷ്യനെ പടച്ച അല്ലാഹു ഈ മനുഷ്യൻ എങ്ങനെ ജീവിക്കണം എന്ന ജീവിത രീതിയും ഇവിടെ പടച്ചു തന്നിട്ടുണ്ട്. മൃഗങ്ങൾ അലഞ്ഞു ജീവിക്കുന്ന പോലെ ജീവിക്കേണ്ടവരല്ല നമ്മൾ. മൃഗത്തെ പോലും നാണിപ്പിക്കുന്ന അനാർക്കിയിൽ, സാംസ്കാരിക അധപ്പതനത്തിൽ ജീവിക്കേണ്ട ആളുകളല്ല നാം. നമ്മൾ അഷ്റഫ് അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠരല്ലയോ? ഇത് പഠിപ്പിച്ചു തരാനാണ് ആദിമ മനുഷ്യൻ മഹാനായ ആദം നബി അലൈഹിസ്സലാം മുതൽ ആയിരക്കണക്കായ പ്രവാചകന്മാർ ലോകത്ത് അവതരിച്ചത്. അങ്ങനെ പ്രവാചകനായിരുന്നു മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം, അബ്രഹാം പ്രവാചകൻ. അങ്ങനത്തെ നബിയായിരുന്നു ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം, ഐസക് പ്രവാചകൻ. സൊളോമൻ, സുലൈമാൻ അലൈഹിസ്സലാം, ജോബ്, അയ്യൂബ് അലൈഹിസ്സലാം, ജോനസ്, യൂനുസ് അലൈഹിസ്സലാം, ജോൺ ദ ബാപ്റ്റിസ്റ്റ്, യഹ്യ അലൈഹിസ്സലാം, ജീസസ്, ഈസ അലൈഹിസ്സലാം, ജോസഫ്, യൂസുഫ് അലൈഹിസ്സലാം അല്ലാഹുവിന്റെ പ്രവാചകന്മാരാണ്. അവർ നന്മ കാണിച്ചു തരാൻ വന്നവരാണ്. അവരിൽ അന്തിമ കണ്ണിയായി ലോകാവസാനത്തോടടുക്കുന്ന നേരം ഹിന്ദു പുരാണങ്ങളിലെ കലിയുഗത്തിന്റെ അവസാന കാലം എന്ന് പറഞ്ഞ അന്ധകാരം അതിന്റെ പരിപൂർത്തിയിൽ എത്തി നിന്ന നേരത്ത് ലോക സമൂഹത്തിന് മുഴുവനും, മനുഷ്യരാശിക്ക് മുഴുവനും റഹ്മത്തായി, കാരുണ്യമായി, സൃഷ്ടജാലങ്ങൾക്ക് മുഴുവനും തഅദീമൻ വ തശ്രീഫ, അവർക്ക് ബഹുമാനവും ആദരവും നൽകുവാനായി നിയുക്തരായ അന്ത്യപ്രവാചകർ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തേക്ക് ജനിച്ചു വീണ മാസമാണ് ഈ റബീഉൽ അവ്വൽ. ഇവിടെ നിന്ന് 1500 വർഷങ്ങൾക്ക് മുമ്പാണ്, AD 570 അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ പൂജാതരാകുന്നത്. അവിടുത്തെ ജന്മം, ആ ജന്മത്തിലെ അസാധാരണത്വം, നബിതങ്ങളുടെ ജീവിത സന്ദേശം എന്തായിരുന്നു? അവിടുന്ന് ലോകത്തോട് അവസാനമായി പറഞ്ഞുപോയ ഹജ്ജത്തുൽ വിദാഇന്റെ അധ്യാപനങ്ങൾ എന്തൊക്കെയായിരുന്നു? അവിടുന്ന് സൃഷ്ടിച്ചെടുത്ത ഒരു സമൂഹത്തിന്റെ വ്യക്തികളുടെ ചിത്രം എന്തായിരുന്നു? ഈ ചർച്ചകളാണ് ഇൻഷാ അല്ലാഹ് 1-2 മണിക്കൂറുകൾ, ഒരുപക്ഷെ നീണ്ടുപോയാൽ ഒരു 2.5-3 മണിക്കൂറിനുള്ളിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അല്ലാഹു ഇത് സ്വീകരിക്കുമാറാകട്ടെ. ആരായിരുന്നു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? ലൗ അറഫ്തുമൂഹു ലഅഹ്ബബ്തുമൂഹു. ആ നബിയെ നിങ്ങളെങ്ങാനും അറിഞ്ഞിരുന്നുവെങ്കിൽ ആ നബിയോട് നിങ്ങൾ അതിയറ്റ സ്നേഹം പ്രകടിപ്പിക്കുമായിരുന്നു.
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും വലൗ കുൻത ഫളൻ ഗലീദൽ ഖൽബി ലൻഫളൂ മിൻ ഹൗലിക ഫഅഫു അൻഹും വസ്തഗ്ഫിർ ലഹും വശാവിർഹും ഫിൽ അംർ فإذا عزمت فتوكل على الله والله يحب المتوكلين. ലോകത്തിന്റെ റഹ്മത്തായി, കരുണയായി, കരുണാവർഷമായി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അറേബ്യയിൽ നാം അധിവസിക്കുന്ന ഈ UAE അറേബ്യൻ ഉപഭൂഖണ്ഡത്തിന്റെ പെനിൻസുലയുടെ ഭാഗമാണ്. ഇവിടെ നിന്ന് സൗത്ത് വെസ്റ്റിലേക്ക് മാറിയാൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച മക്ക അവിടെയാണ്. അവിടെ നിന്ന് ജീവിച്ച മദീന ഇന്നത്തെ സൗദി അറേബ്യയിൽ. നമ്മളൊന്നും അധികം ദൂരത്തല്ല ഈ യാഥാർത്ഥ്യങ്ങളിൽ നിന്ന്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്രത്തിൽ ജീവിച്ചവരാണ്. ഹൈന്ദവ സഹോദരന്മാർ ശ്രീരാമനെ വിശ്വസിക്കുന്നവരാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം, അദ്ദേഹത്തിന്റെ കുടുംബം, യാദവ കുടുംബം എവിടെയാണ്? ലിഖിതങ്ങളില്ല, അവിതർക്കിതമായ അഭിപ്രായങ്ങളില്ല. സയ്യിദുനാ ഈസ നബി അലൈഹിസ്സലാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ പ്രവാചകനാണ്, അല്ലാഹുവിന്റെ ദൂതരാണ് ഈസ നബി അലൈഹിസ്സലാം. പക്ഷേ ഇന്ന് ഈസ നബിയുടേത്, ഈസ നബിയെ അടുത്തറിയാൻ കഴിയുന്ന, അവരുടെ പരിശുദ്ധ ശരീരം കിടക്കുന്ന ഒരിടം ലോകത്തില്ല. അല്ലാഹു അവർ ആകാശ ലോകത്തേക്ക് ഉയർത്തി എന്ന് വിശ്വസിക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ. പക്ഷേ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അന്ത്യവിഷമം കൊള്ളുന്ന മണ്ണ് ഇന്ന് മദീനയിലുണ്ട്. അവിടുന്ന് കിടന്നുറങ്ങുന്ന മണ്ണ് എവിടെയാണ്? മഹാനായ ഖാദി ഇയാദ് റഹ്മഹുല്ലാഹ് പറഞ്ഞ പോലെ ബിജ്മാഇൽ ഉമ്മ അഫ്ളലു തുർബത്തിൻ, ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ മണ്ണ് തുർബത്തുൻ ലമ്മത് അഅ്ലുമൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ ശരീരത്തെ അണിച്ചു പിടിക്കാൻ ഭാഗ്യം കിട്ടിയ മണ്ണാണ്. അവിടെ പകൽ വെളിച്ചത്തിൽ ജീവിച്ചവരാണ്. ചരിത്രത്തിൽ എങ്ങനെയോ ജീവിച്ചു പോയവരല്ല, പകൽ വെളിച്ചത്തിലാണ്, ചരിത്രത്തിലാണ് അവർ ജീവിച്ചത്. ജീവിതത്തിന്റെ ഓരോ അനക്കവും അടക്കവും ഇത്രമേൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു പ്രവാചകൻ, ഒരു മനുഷ്യൻ ലോകത്ത് കഴിഞ്ഞു പോയിട്ടില്ല. നേതാക്കന്മാർ ഒരുപാടുണ്ട്, പൊളിറ്റീഷ്യൻസ്, ഒരുപാട് ഫിലോസഫേഴ്സ്. പക്ഷേ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളും ഇങ്ങനെ അക്കമക്കമായി രേഖപ്പെടുത്തപ്പെട്ടവർ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലാതെ മറ്റാരുമില്ല എന്ന് പറയുമ്പോൾ അത് നിങ്ങളുടെ അവകാശവാദമല്ലേ എന്ന് ചോദിച്ചേക്കാം. എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക ലോകത്തെ അവിതർക്കിതമായ റഫറൻസ് ഗ്രന്ഥമാണ്. ആരായിരുന്നു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? വോളിയം 12, a mass detail in the early sources, a mass detail in the early sources show that he was an honest and upright man who had gained the respect and loyalty of others who were likewise honest and upright men. ഒരു തെളിവല്ല, രണ്ടല്ല, മൂന്നല്ല, a mass of detail. ലോക ചരിത്രത്തിൽ ഇങ്ങനെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളും ചരിത്രത്തിന് ലഭിച്ച ഒരു മനുഷ്യൻ, അത് മാത്രമല്ല an honest and upright man, സത്യസന്ധനായ മനുഷ്യൻ. എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്കയാണ് ഈ പറയുന്നത്. അവിടുന്ന് മാത്രമല്ല, likewise അവിടുത്തെ കമ്പാനിയൻസ്, അവിടുത്തെ അനുചരന്മാർ, അവരും അതുപോലെ സത്യസന്ധന്മാർ, അതുപോലെ ലോകത്തെ നേർവഴിയിലേക്ക് നയിച്ചവർ. അങ്ങനത്തെ ഒരാൾ ലോകത്ത് അവിടെ നിന്നല്ലാതെ വേറെയില്ല. ഇത് നിഷ്പക്ഷമായി ചരിത്രം പഠിച്ചവർ അംഗീകരിക്കുന്ന വിഷയമാണ്. അവിടുന്ന് ലോകത്തേക്ക് കടന്നു വരുന്നത് യാദൃച്ഛികമായിരുന്നുവോ നമുക്ക് ചോദിക്കാം. അങ്ങനെ ഒരു ഏപ്രിൽ 20th April 500
570 AD, ഈസ നബി അലൈഹിസ്സലാമിന് 500 ദശകങ്ങൾ 500 വർഷങ്ങൾക്ക് ശേഷം മക്കയിൽ ഖുറൈശി കുടുംബമെന്ന ഏറ്റവും ഉന്നത കുടുംബത്തിൽ ജനിക്കുന്നു അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ ജീവിത ചരിത്രത്തിന്റെ കുടുംബ പശ്ചാത്തലങ്ങൾ നമുക്ക് വഴിയെ ചില ഹിന്ദു പുരാണങ്ങളിലൂടെ ചർച്ച പോകേണ്ടതുണ്ട്. നമ്മുടെ ക്രിസ്തു സഹോദരന്മാർ, ക്രിസ്തു മത വിശ്വാസികൾ വിശ്വസിക്കുന്ന ബൈബിളിലൂടെ, ജൂതന്മാരുടെ ഓൾഡ് ടെസ്റ്റമെന്റിലൂടെ, ഹിബ്രുവിലൂടെ ഏതാനും ചില കാര്യങ്ങൾ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ആ വഴി നമ്മളിന്ന് ചർച്ച ചെയ്യും ഇൻഷാ അല്ലാഹ്. റബീഉൽ അവ്വൽ 12 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തേക്ക് ജനിക്കുന്നത് യാദൃച്ഛികമല്ല. അങ്ങനെ ഒരാളങ്ങോട്ട് ജനിച്ചുപോയി, അങ്ങനെ ഒരു പ്രവാചകനായി അല്ല. 1,24,000 വരുന്ന അമ്പിയാക്കന്മാർ, ഇങ്ങനെ ഒരു ദൈവദൂതർ, ലോകത്തിന്റെ അവസാന കാലം, ധർമ്മം എന്തെന്നറിയാതെ മനുഷ്യൻ വഴിതെറ്റി ജീവിക്കുന്ന കാലത്ത്, ലോകാവസാനം വരെ നിലനിൽക്കാൻ പോകുന്ന ഒരു സന്ദേശം, അള്ളാഹുവിന്റെ ദീനെന്ന ഇസ്ലാമിന്റെ പൂർത്തീകരണം ലോകത്തിന് സമ്മാനിക്കുന്ന അന്ത്യപ്രവാചകർ, അള്ളാഹുവിന്റെ ലാസ്റ്റ് അപ്പോസ്റ്റൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവതരിക്കുമെന്ന് ക്രിസ്ത്യാനികൾക്കറിയുമായിരുന്നു, ജൂതന്മാർക്കറിയുമായിരുന്നു. നമ്മുടെ ഭാരതം, നമ്മൾ ഇന്ത്യക്കാരാണ്, മലയാളമാണ് നമ്മൾ സംസാരിക്കുന്നത്, നമ്മൾ ഭാരതത്തിന്റെ വക്താക്കളാണ്. അവിടെ കഴിഞ്ഞുപോയ ഋഷിമാർ, മുനിമാർ, പുരാണങ്ങൾ, ഉപനിഷത്തുകളിൽ ഇങ്ങനെയൊക്കെ പറയപ്പെട്ട ഒരാൾ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി, അവിടുത്തെ ജീവിതവും അവിടുത്തെ ജീവിതത്തിന്റെ സംഭവങ്ങളും ഇതൊക്കെ ഈ എല്ലാ മതങ്ങളും പ്രതിപാദിക്കുന്നുവെങ്കിൽ അത് യാദൃച്ഛികമെന്ന് തള്ളാൻ ഒരു ബുദ്ധിയുള്ള മനുഷ്യന് കഴിയുമോ? അതാണ് നമ്മുടെ ഇന്നത്തെ ഒരുമിച്ച് കൂടലിന്റെ ആവശ്യകത. അതാണ് അതിന്റെ പ്രത്യേകത. ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ട് it could be a coincidence. അത് എങ്ങനെ പറഞ്ഞു തള്ളാൻ പറ്റും? അതൊരു യാദൃച്ഛികമാകാം. അല്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الذين آتيناهم الكتاب يعرفونه كما يعرفون أبناءهم. വേദം നൽകപ്പെട്ട ആളുകൾ, ഖുർആൻ അത് പറയുന്നത് ജൂതന്മാരെ കുറിച്ചാണ്, ക്രിസ്ത്യാനികളെ കുറിച്ചാണ്. യഅരിഫൂന, എൻ്റെ നബിയെ സംബന്ധിച്ചവർക്കറിയാം. എങ്ങനെ? കമാ യഅരിഫൂന അബ്നാഅഹും, സ്വന്തം മക്കൾ എൻ്റെ മകനാണിതെന്ന് ഒരു വാപ്പക്ക് മകനെ കുറിച്ച് അറിയുന്ന പോലെ അതിലേറെ ഇത് അള്ളാഹുവിന്റെ ദൂതരാണെന്ന് ക്രിസ്ത്യാനികൾക്കറിയാം. അള്ളാഹുവിന്റെ ദൂതരാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെന്ന് ജൂതന്മാർക്കറിയാം. അല്ലദീന ഖസിറൂ അൻഫുസഹും ഫഹും ലാ യുഅ്മിനൂൻ. എന്നിട്ടും വിശ്വസിക്കാത്ത ആളുകൾ അവരുടെ ശരീരം തന്നെ നശിപ്പിച്ചു കളഞ്ഞവരല്ലയോ? അള്ളാഹു ചോദിക്കുകയാണ്. എന്താണ് അള്ളാഹുവിന്റെ വചനത്തിന്റെ പ്രാമാണികത എന്ന്, ഖുർആൻ എന്തുകൊണ്ട് ദൈവിക വചനം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുണ്ട്, അല്ലേ? അള്ളാഹുവിനെ അറിയണമെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വേണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയണമെങ്കിൽ അള്ളാഹുവിന്റെ വചനം രണ്ടും ഇന്റർ റിലേറ്റഡ് ആണ്, പരസ്പര പൂരകങ്ങളാണ്. അള്ളാഹു പറയാൻ അവർക്കറിയാം. അതിലേറെ ഖുർആനിന്റെ ഒരു അത്ഭുതം കിടക്കുന്ന ആയത്തുണ്ട്, സൂറത്തുൽ അഅറാഫ് വേഴ്സ് നമ്പർ 157. ഇത് ഖുർആനിന്റെ അത്ഭുതമാണ് മുഅ്മിനീങ്ങളെ. വേദഗ്രന്ഥങ്ങളിൽ തെറ്റ് തിരുത്തലുകൾ വന്നിട്ടുണ്ടെന്ന് നമുക്കറിയാം. എൻ്റെ കയ്യിൽ ഒരു ബൈബിളിന്റെ കോപ്പിയുണ്ട്, ഹോളി ബൈബിൾ, പ്ലേസ്ഡ് ബൈ ദ ജിഡിയോൻസ്. ഹോളി ബൈബിൾ, പരിശുദ്ധ ബൈബിൾ എന്ന് വിശ്വസിക്കുന്ന ബൈബിളിന്റെ കോപ്പിയാണ്. ഖുർആൻ എന്താ പറയുന്നത്? വിശുദ്ധ ഖുർആൻ ബൈബിൾ പുസ്തകത്തിൽ അത് ഈസ നബി അലൈഹിസ്സലാമിന് നൽകപ്പെട്ടിരുന്ന അള്ളാഹുവിന്റെ ഗ്രന്ഥമായിരുന്നു ആദിയിൽ. പക്ഷേ പുരോഹിതന്മാർ അതിൽ മാറ്റത്തിരുത്തലുകൾ വരുത്തിയിട്ടുണ്ട്. ഇത് നമ്മൾ സമ്മതിക്കുന്നു, മുസ്ലിമീങ്ങൾ സമ്മതിക്കുന്നു, ക്രിസ്ത്യാനികളും സമ്മതിക്കുന്നു. പരിശുദ്ധ തൗറാത്ത്, മൂസ നബി അലൈഹിസ്സലാമിന് നൽകപ്പെട്ട തോറ, ഓൾഡ് ടെസ്റ്റമെന്റ് എന്ന് പറയുന്ന ഗ്രന്ഥം, മാറ്റത്തിരുത്തലുകൾ സംഭവിച്ചിട്ടുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ ഒരുപടി സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. ഒന്നല്ല രണ്ടല്ല. നിങ്ങൾ എന്തിനാ അള്ളാഹുവിന്റെ വചനം തിരുത്തിയത്? അള്ളാഹു ചോദിച്ചു. അങ്ങനെ തിരുത്തപ്പെട്ട
അല്ലാഹു ഒരു ആയത്ത് പറയുന്നു. എന്താണ് അല്ലാഹു തആല പറയുന്നത്? സൂറത്തുൽ അറാഫ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الذين يتبعون النبي الأمي الذي يجدونه مكتوبا عندهم في التوراة والإنجيل يأمرهم بالمعروف وينهاهم عن المنكر ويحل لهم الطيبات ويحرم عليهم الخبائث ويضع عنهم إصرهم والأغلال التي كانت عليهم فالذين آمنوا به وعزروه ونصروه واتبعوا النور الذي أنزل معه أولئك هم المفلحون. سورة الأعراف آية 157. الذين ഇത് ക്രിസ്ത്യാനികളെ അല്ലാഹു ബഹുമാനിക്കുകയാണ്. ആര്? സത്യം മനസ്സിലാക്കിയവർ. ജൂതന്മാരെ അല്ലാഹു ആദരിക്കുകയാണ്. സത്യം മനസ്സിലാക്കിയവർ. മൂസ നബി അലൈഹിസ്സലാം, ജൂതന്മാർ വിശ്വസിക്കുന്ന മൂസ നബി അലൈഹിസ്സലാം ഇസ്ലാമിന്റെ നബിയായിരുന്നുവെന്ന് ഖുർആൻ പറയുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഹുവ സമ്മാകുമുൽ മുസ്ലിമീൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇസ്ലാം, അല്ലാഹുവിന് വഴിപ്പെടുക, സ്രഷ്ടാവിനെ അറിയുക, നിന്റെ രക്ഷിതാവിനെ നീ വഴിപ്പെടുക. ഇത് പഠിപ്പിച്ചത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ 2 മക്കളാണ്, ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം, ഇസ്മായിൽ അലൈഹിസ്സലാം. ഇസ്ഹാഖ് അല്ലെങ്കിൽ ഐസക് എന്ന് പറയുന്ന പ്രവാചകൻ അലൈഹിസ്സലാം, അവരിലൂടെയാണ് ഈസാ നബി അലൈഹിസ്സലാം വരെയുള്ള സർവ്വ പ്രവാചകന്മാരും വന്നത് ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിലൂടെയാണ്. അവരെയാണ് ചിൽഡ്രൻ ഓഫ് ഇസ്രായേൽ, ഇസ്രായേൽ സന്തതികൾ, ബനു ഇസ്രായീൽ എന്ന് ഖുർആൻ പറയുന്നത്. ബൈബിളിൽ പറയുന്ന ഇസ്രായേലുകാർ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിന്റെ മക്കളാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മറ്റൊരു പുത്രൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാം അന്നൊരിക്കൽ വാപ്പയോടൊത്ത്, ഉമ്മ ഹാജർ റളിയല്ലാഹു അൻഹയോടൊത്ത് ഫലസ്തീനിൽ നിന്ന് മക്കയിലേക്ക് വന്ന് അവിടെ താമസമാക്കി കഅബാലയം പണിത് ജുർഹും എന്ന യമനി ഗോത്രത്തിൽ നിന്ന് വിവാഹം ചെയ്ത് അറേബ്യയിൽ താമസിച്ച് അറബി പഠിച്ച അൽ അറബുൽ മുസ്തഅരിബ എന്ന് പറയുന്ന അറബികളുടെ പിതാവെന്നറിയപ്പെടുന്ന ഇസ്മായിൽ നബി അലൈഹിസ്സലാം ആരാണ്? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മകനാണ്. ആ ഇസ്മായിൽ നബിയിലൂടെ അവസാനമായി വന്ന ഒരേ ഒരു നബിയല്ലാതെ മറ്റൊരു നബിയും ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ പരമ്പരയിലൂടെ വന്നിട്ടില്ല. അത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഇത് ക്രിസ്ത്യാനികൾക്കറിയാം, ജൂതന്മാർക്കറിയാം, വേദം പഠിച്ചവർക്കറിയാം. അല്ലാഹു പറയാം, الذين يتبعون النبي الأمي. അക്ഷരാഭ്യാസമില്ലാതിരുന്ന, എഴുതാനും വായിക്കാനും അറിയാതിരുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന നബിയെ പിൻപറ്റി ജീവിക്കുന്നവർ. എന്തിനാ അക്ഷരാഭ്യാസം ഇല്ലാതിരുന്നത്? നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അക്ഷരാഭ്യാസം ഉണ്ടായിരുന്നുവെങ്കിൽ ഖുർആൻ എന്ന മഹാത്ഭുതം ഇത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതി ഉണ്ടാക്കിയതാണെന്ന് ജനങ്ങൾക്ക് പറയാമായിരുന്നു. പക്ഷേ ലോക ചരിത്രം സാക്ഷിയാണ്, അവിടുന്ന് എഴുത്ത് പഠിച്ചിട്ടില്ല, അവിടുന്ന് വായിക്കാൻ എന്തുകൊണ്ട് അറിഞ്ഞില്ല? ഖുർആൻ സത്യമാണെന്ന് തെളിയിക്കാനായിരുന്നു. നമ്മുടെ വിഷയം അതല്ലാത്തത് കൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. നിരക്ഷരരായ പ്രവാചകരെ പിൻപറ്റുന്നവർ യജിദൂന, ആ നബി അവർക്ക് കാണാൻ കഴിയും, ഇൻദഹും ഫിത് തൗറാത്തി വൽ ഇൻജീൽ, അവരുടെ കയ്യിലുള്ള തൗറാത്തിലും ഇൻജീലിലും, തോറാ പുസ്തകത്തിലും ഇൻജീൽ എന്ന ബൈബിൾ പുസ്തകത്തിലും ആ നബിയെ സംബന്ധിച്ച് അവർക്ക് കാണാൻ കഴിയുന്നു. എന്നിട്ട് ആ നബി എന്താ ചെയ്തത്? യഅ്മുറുഹും ബിൽ മഅറൂഫ്, നന്മ അവരോട് കൽപ്പിക്കുന്നവരാണ് നബി. 5 നേരം നിസ്കരിക്കണമെന്ന് പറയുന്നത്. അയൽക്കാരന്റെ വിശപ്പ് നീ അടുത്തറിയണം, അവന്റെ വിശപ്പ് അവനെ കഷ്ടപ്പെടുത്തരുതെന്ന് പഠിപ്പിച്ചത്. നോമ്പ് നോൽക്കണം എന്ന് പറഞ്ഞത്. മദ്യപിക്കല്ല, മയക്കുമരുന്ന് ഉപയോഗിക്കല്ല, നീ നിന്നെ നശിപ്പിക്കല്ലേ എന്നവരോട് പറഞ്ഞത്. അവർക്ക് വരുന്ന ദുരവസ്ഥയെ ഒഴിവാക്കാനാണ്. വ്യഭിചരിക്കരുതെന്ന് പറഞ്ഞത് രാജ്യത്തിന്റെ മനുഷ്യന്റെ നന്മക്കാണ്. ദാനം ചെയ്യണമെന്ന് പറഞ്ഞത്, സ്വതക്ക ചെയ്യണമെന്ന് പറഞ്ഞത്, മാതാപിതാക്കളെ ബഹുമാനിക്കണമെന്ന് പറഞ്ഞത്,
സംബന്ധിച്ച് തൃപ്തിയാണെന്ന് നിനക്കറിയാമോ? നിന്റെ മാതാപിതാക്കൾ എപ്പോൾ നിന്നെ സംബന്ധിച്ച് സംതൃപ്തരാണോ അപ്പോൾ അല്ലാഹു നിന്നോട് സംതൃപ്തനാണെന്ന് മനസ്സിലാക്കിക്കോ. ഇത് പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വയൻഹാഹും അനിൽ മുൻകർ വയുഹർരിമു അലൈഹിമുൽ ഖബായിസ്. മ്ലേച്ഛമായത് മാത്രമാണ് അവരോട് ഹറാമാക്കിയത്. പന്നിമാംസം തിന്നരുതെന്ന് ഇസ്ലാം പറഞ്ഞത് അത് മോശമായതുകൊണ്ടാണ്, അതിൽ അപകടങ്ങളുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ്. ഇത് പരീക്ഷണത്തിന്റെ ലോകമാണ്. രണ്ടും ഇവിടെ കിട്ടും, ഹലാലും കിട്ടും ഹറാമും കിട്ടും. നിഷിദ്ധവും ഹലാലായതും നിനക്ക് ഏത് വേണം നീ തിരഞ്ഞെടുക്കണം. ഇത് പഠിപ്പിക്കാനാണ് പ്രവാചകന്മാർ വന്നത്. അള്ളാഹു അരുതെന്ന് പറഞ്ഞത് അത് നിനക്ക് അപകടമുള്ളത് കൊണ്ടാണ്, മറ്റൊന്നുമല്ല. എന്തേ ഇസ്ലാം നമുക്ക് ഇഷ്ടപ്രകാരം ജീവിക്കാൻ അനുവദിക്കാത്തത്? ഇതാണ് ഒരുപിടി ആളുകളുടെ പ്രശ്നം. ഇതാണ് കാണുന്ന പെണ്ണിനെ കയറി പിടിക്കണം, ഇതെന്റെ ആഗ്രഹം. പറ്റില്ലെന്ന് ദീൻ പറയുന്നു, അല്ലേ? മദ്യം മുമ്പിലേക്ക് വരികയാണ്, നീ കുടിക്കല്ല എന്ന് അല്ലാഹു പറയുന്നു. സുബ്ഹാനല്ലാഹ്. നീ നോമ്പ് നോക്കുന്നു, വെള്ളവും ഭക്ഷണവും ഒക്കെ ഫ്രിഡ്ജിലുണ്ട്, പക്ഷേ തൊട്ടുപോകരുത് സൂര്യാസ്തമയം വരെ. ഈ നിയമങ്ങൾ ടു ബി വിത്തിൻ ലിമിറ്റ്സ്. മോഡസ്റ്റി എന്ന് പറഞ്ഞ ചാരിത്രം എന്ന വാക്ക് മൊഡസ്റ്റസ് എന്ന ഗ്രീക്കിൽ നിന്ന് വന്നത്, ലാറ്റിൻ ഭാഷയിൽ നിന്ന് വന്നത് എന്ന് പറഞ്ഞ within a frame and measure, ചില ചട്ടക്കൂടത്തിനുള്ളിൽ ജീവിക്കുക. ഇത് ഇസ്ലാമിന്റെ സ്വഭാവം. ഇതാണ്. റോഡിലൂടെ ആഗ്രഹമുള്ള പോലെ വണ്ടി ഓടിക്കാൻ പറ്റുമോ? ഇല്ല. certain rules and regulations അതെ. ഇവിടെ നമ്മളെല്ലാവരും ഇരിക്കുന്നു, ആളുകൾ തോന്നിയതുപോലെ പെരുമാറിയാൽ will be total anarchy. നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ നിയമങ്ങളില്ലേ? എപ്പോ വരണം, എപ്പോ പോകണം. സ്കൂളുകളിൽ നിയമങ്ങളില്ലേ? പൊതുസ്ഥലത്ത് നിയമങ്ങളില്ലേ? നിന്റെ ജീവിതത്തിന്റെ നിയമമാണ് ഇസ്ലാം. ഖലാസ്, അത്രയേ ഉള്ളൂ. ഇത് പഠിപ്പിക്കാനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ചർച്ച അതല്ല. യജിദൂനഹു മക്തൂബൻ ഇൻദഹും ഫിത്തൗറാത്തി വൽ ഇൻജീൽ. മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാണ് ബൈബിൾ എന്ന് പറഞ്ഞ ഖുർആൻ. മാറ്റത്തിരുത്തലുകൾ സംഭവിച്ചിട്ടുണ്ട് ഓൾ ദി ടെസ്റ്റമെന്റിൽ എന്ന് പഠിപ്പിക്കുന്ന ഖുർആൻ. ആ ഖുർആനിൽ ഈ നബിയെ പറ്റി നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ still some signs are there. നിങ്ങൾ മാറ്റത്തിരുത്തലുകൾ വരുത്തിയിട്ടുണ്ട്, പക്ഷേ തജിദൂനഹു, എന്താ അതിന്റെ അർത്ഥം? തജിദൂന, you can find him. ഇപ്പോ കാണാൻ പറ്റും. മുമ്പൊക്കെ അവർ കണ്ടിട്ടുണ്ടല്ലോ ആ നബിയെ കുറിച്ച്. അതല്ല അല്ലാഹു പറയും, നിങ്ങൾക്ക് ഇപ്പോഴും കാണാമല്ലോ. അത് അത്ഭുതമാണ്. ഇത് ഖുർആനിന്റെ ചലഞ്ചാണ്. ഇങ്ങനെയൊക്കെ മാറ്റത്തിരുത്തലുണ്ടായിട്ടും ഇപ്പോഴും നബിയെ കുറിച്ച് ഈ ബൈബിളിലുണ്ടോ? എൻ്റെ മുഅ്മിനെ, അള്ളാഹുവിൻ്റെ വചനത്തിൻ്റെ അത്ഭുതമാണ് ഈ പറയുന്നത്. ഞാൻ ഈ അടയാളപ്പെടുത്തിയത് മുഴുവൻ വായിക്കാനും നേരമുണ്ടാവില്ല, പക്ഷേ സത്യം അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി പറയാം. ഖുർആൻ പറഞ്ഞു ബൈബിളിൽ ഇപ്പോഴും ബാക്കിയുണ്ട്. ഇനി തിരുത്താൻ പറ്റില്ല, ലക്ഷക്കണക്കിന് കോപ്പികൾ ലോകത്ത് അച്ചടിക്കപ്പെട്ടു പോയി. ഇപ്പോഴും ബാക്കിയുണ്ട്. എപ്പോ? എല്ലാ മാറ്റത്തിരുത്തൽ ഒഴിവാക്കേണ്ടതൊക്കെ ഒഴിവാക്കിയിട്ടും ഇപ്പോഴും ബാക്കിയുണ്ട്. അള്ളാഹുവിൻ്റെ ഖുർആനിന്റെ അത്ഭുതമാണ് ഈ കാണുന്നത്. ഇപ്പോഴും ഈ ബൈബിളിൽ ഞാനിപ്പോൾ ഡിട്രോണമി, ആവർത്തന പുസ്തകം എന്ന് പറയുന്ന പുസ്തകമാണ്. ഡിട്രോണമി ചാപ്റ്റർ 18 വേഴ്സസ് 18 and 19. ചാപ്റ്റർ 18 and 19. ഇതിൽ വേഴ്സസ് 18, 19, 20, 21 and 22 ആരെ പറ്റിയാണ് ഈ പറയുന്നത്? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉണ്ട്. ഇത് ഒരു യാദൃച്ഛിക ജന്മമായിരുന്നില്ല. ബൈബിൾ പുസ്തകം തുടങ്ങുന്നത് തന്നെ ദ ഫസ്റ്റ് ബുക്ക് ഓഫ് മോസസ്. The first book of Moses called Genesis. മൂസ നബി അലൈഹിസ്സലാമിന് നൽകപ്പെട്ട പുസ്തകങ്ങളിലെ ഒന്നാമത്തേത് പേര് ജെനസിസ്. ജെനസിസ് നമ്മൾ മലയാളത്തിൽ ഉൽപ്പത്തി പുസ്തകം എന്ന് പറയുന്നത് ജെനസിസ്, എക്സോഡസ്, ലെവിറ്റിക്കസ്, നമ്പേഴ്സ് ആൻഡ് ഡ്യൂട്ടറോണമി. ഈ 5 പുസ്തകങ്ങളാണ് മൂസ നബി അലൈഹിസ്സലാമിന്റെ കിതാബ്. അത് ഇന്നത്തെ ബൈബിളിൽ കാണാൻ കഴിയും. ആദ്യ ഭാഗത്തുള്ളത് മൂസ നബി അലൈഹിസ്സലാമിന്റെ കിതാബാണ്, പക്ഷേ ആ ഒറിജിനൽ അല്ല. നമുക്കറിയാം, അവർക്കും അറിയാം. ഇതിൽ ഡ്യൂട്ടറോണമി എന്ന് പറഞ്ഞ ആവർത്തന പുസ്തകം, അതാണ് ഞാൻ തുറന്നു വെച്ചത്. ഡ്യൂട്ടറോണമി, ഈ ബൈബിൾ പ്രിന്റ് ജിഡിയോൺസ് എന്ന് പറഞ്ഞ ബൈബിളിന്റെ 228 പേജ്. ഡ്യൂട്ടറോണമി ചാപ്റ്റർ 18, 18 അധ്യായം. അതിൽ 22 സൂക്തങ്ങളുണ്ട്.
18-ാമത്തേത് എന്താ? അല്ലാഹു പറയുന്നത് ഇപ്പോഴും ബാക്കിയുണ്ടല്ലോ. എന്തായി പറയുന്നത്? And I will raise them up a prophets from among their brethren like unto thee, and will put my words in his mouth, and he shall speak unto them all that I shall command him. ഇംഗ്ലീഷ് അറിയുന്നവർക്ക് ഇത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഒന്നുകൂടെ, I will raise them up, അവർക്ക് വേണ്ടി ഞാൻ ഉയർത്തെഴുന്നേൽപ്പിക്കും, കൊണ്ടുവരും. A prophets, ഒരു പ്രവാചകനെ, from among their brethren, അവരുടെ സഹോദരന്മാരിൽ നിന്ന്. ഇത് ഈസാ നബി അലൈഹിസ്സലാം അല്ല. കാരണം ഈസാ നബി വരുന്നത് ഇസ്ഹാഖ് നബിന്റെ പരമ്പരയിലാണ്. ആരാണ് ബനു ഇസ്രായേലുകളുടെ? ഇത് അവതരിക്കുന്ന ആർക്കാണ്? ജൂതന്മാർക്കാണ് അല്ലേ? അവര് ബനു ഇസ്രായേൽ സന്തതികളാണ്. ആരാവരുടെ സഹോദരന്മാർ? അറബികൾ. അവരുടെ പിതാവാരാ? ഇസ്മായിൽ നബി അലൈഹിസ്സലാം. അത് ഇസ്ഹാഖ് നബിന്റെ സഹോദരനാണ്. അവരിലൂടെ ഒരു പ്രവാചകൻ വരും. അത് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലാതെ മറ്റാരാണ് വന്നത്? സഹോദരന്മാരിൽ നിന്ന് വരും. ഇരിക്കട്ടെ. ലൈക്ക് അൻടു ദീ, മൂസ നബിയെ നിങ്ങളെപ്പോലെയുള്ള ഒരാൾ. ഈസാ നബി അലൈഹിസ്സലാം മൂസ നബിയെ പോലെയാണോ അല്ലയോ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. നിങ്ങളെപ്പോലെയുള്ള ഒരാൾ വരാനിരിക്കുന്നു. And will put my words in his mouth, എന്റെ വചനങ്ങൾ ആ പ്രവാചകന്റെ വായിൽ ഞാൻ നിക്ഷേപിക്കും. ആ പ്രവാചകൻ പറഞ്ഞു തരും. ഖുർആൻ അങ്ങനെയായിരുന്നു. ഖുർആൻ ഓറൽ ട്രാൻസ്മിഷൻ ആണ്. ഈ ഓൾഡ് ടെസ്റ്റമെന്റ് പോലും 7 ഫലകങ്ങളിൽ മൂസ നബി അലൈഹിസ്സലാമിന്റെ വഅഖദൽ അൽവാഹ് വഫീ നുസ്ഖതിഹാ ഹുദൻ വറഹ്മഹ് ഹുദൻ വറഹ്മതൻ ലിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികൾക്ക് മാർഗ്ഗദർശനം എന്ന് പറഞ്ഞ 7 ഫലകങ്ങളിലാണ് മൂസ നബി അലൈഹിസ്സലാമിന്റെ തൗറാത്ത് കിട്ടുന്നത്. ഖുർആൻ അങ്ങനെയാണോ? സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലാഖ ജബലുൻ നൂർ എന്ന പർവ്വതത്തിന്റെ ഹിറാ ഗുഹയിൽ, ഇന്ന് മക്കയിൽ ഉള്ള സ്ഥലമാണല്ലോ അത്, ചരിത്രമല്ലേ? ഏതാനും ഫർലോങ് അകലെ കിടക്കുന്ന ജബലുൻ നൂറിലെ ഹിറാ ഗുഹയിലാണ് നിന്നെ സൃഷ്ടിച്ച രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക മുഹമ്മദ് നബിയേ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞതും അത് സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്തതും ഓറലി, വായയിൽ നിന്ന് വായയിലേക്കാണ്. സ്വഹാബികൾ അങ്ങനെയാണ് ഖുർആനിനെ ഏറ്റെടുത്തത്. സുബ്ഹാനല്ലാഹ്. And he shall speak unto them all that I shall command him. ഞാൻ എന്താണോ ആ നബിയോട് കൽപ്പിക്കുന്നത് അത് ആ പ്രവാചകൻ അവരോട് സംസാരിക്കും. അങ്ങനത്തെ ഒരാളെ നിങ്ങളുടെ സഹോദരന്മാരിൽ നിന്ന് ഞാൻ കൊണ്ടുവരാൻ പോകുന്നുണ്ടെന്ന് ഈസാ നബി അലൈഹിസ്സലാം വരുന്നതിന്റെ മുമ്പേ സയ്യിദുനാ മൂസ നബി അലൈഹിസ്സലാം, പ്രവാചകൻ മോസസ് എന്ന് പറയുന്ന നബിയോട് അല്ലാഹു കൊടുത്ത ഉത്തരവുകൾ കഴിഞ്ഞില്ല. ഞാൻ പറയുന്നത് ആ പ്രവാചകൻ പറയൂ. സൂറത്തുൻ നജ്ം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വന്നജ്മി ഇദാ ഹവാ, 53-ാമത്തെ അധ്യായം, ഖുർആൻ 1 മുതൽ 10 വരെയുള്ള ആയത്തുകൾ. അല്ലാഹു പറയുന്നതേ നബി തങ്ങൾ സംസാരിക്കൂ. സൂറത്തുൻ നജ്ം. വന്നജ്മി ഇദാ ഹവാ, നക്ഷത്രം അസ്തമിക്കുന്ന സ്ഥാനം തന്നെയാണ് സത്യം. മാ ളല്ല സാഹിബുകും വമാ ഗവാ, നിങ്ങളുടെ കൂട്ടുകാരൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും വഴിവഴച്ചു പോയിട്ടില്ല. വമാ യൻതിഖു അനിൽ ഹവാ, സ്വന്തം ഇഷ്ടത്തിന് തോന്നുന്നത് വിളിച്ചു പറയുന്ന സന്യാസിയല്ല, ഋഷിയല്ല. സ്വന്തം ആഗ്രഹം വിളിച്ചു പറയുന്ന ഒരു സൂത് സേയർ അല്ല മുഹമ്മദ് റസൂലുള്ളാഹ്. ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ, അല്ലാഹു ഉത്ബോധിപ്പിക്കുന്ന വഹ്യേ ആ പ്രവാചകൻ സംസാരിക്കൂ. അല്ലമഹു ശദീദുൽ ഖുവാ, അതിശക്തനായ ഒരു ദൂതൻ ജിബ്രീൽ അലൈഹിസ്സലാം ആ പ്രവാചകൻ ഇത് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ദൂ മിർറത്തിൻ ഫസ്തവാ വഹുവ ബിൽ ഉഫുഖിൽ അഅലാ, എന്തൊരു മനോഹരമാണ്. എന്റെ വാക്കുകൾ ഞാൻ പറയുന്നത് ആ പ്രവാചകൻ ലോകത്തോട് പറയൂ. വേഴ്സ് നമ്പർ 19 എന്തായി പറയുന്നത്? സുബ്ഹാനല്ലാഹ്. And it shall come to pass, അല്ലാഹു തീരുമാനിക്കുന്നു, that whosoever will not hearken unto my words which he shall speak in my name, എന്റെ നാമത്തിൽ അല്ലാഹു പറഞ്ഞതാണെന്ന് അവിടുന്ന് പറഞ്ഞ് ലോകത്തോട് പഠിപ്പിച്ചത്, അവിടുത്തെ 40 വയസ്സ്
വയസ്സായിരുന്ന സമയം മുതൽ 63 വഫാത്തായി ലോകത്തോട് വിട പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടുത്തെ വിടവാങ്ങൽ പ്രഭാഷണം നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. എന്താണ് ലോകത്തോട് അവരുടെ സന്ദേശം എന്ന്. എന്റെ നാമത്തിൽ ആ പ്രവാചകൻ പറയുന്നത് ആരെങ്കിലും സ്വീകരിക്കാതെ പോയാൽ I will require it of him. ഞാൻ അവനോടത് കണക്ക് ചോദിക്കും എന്ന് അല്ലാഹു പറയാൻ. എന്റെ നബി പറയുന്നത് സ്വീകരിക്കാതെ പോയാൽ ഇത് മനുഷ്യരാശിയോടുള്ള ആഹ്വാനമാണ്. ഈ പ്രവാചകനെ സ്വീകരിക്കും, നിങ്ങൾ ശ്രദ്ധിക്കും. ആരെങ്കിലും പറയുന്നതോ എന്തൊക്കെയോ ബ്ലാസ്ഫെമി ആരൊക്കെയോ എഴുതിവിടുന്നത്, യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യുന്നത്, സൈറ്റുകളിൽ, ഇതൊക്കെ സത്യം എന്താണെന്ന് അന്വേഷിക്കുന്ന ആരാണ് ഈ നബി എന്ന്. ഈ നബി ആരാണെന്ന് ബോധ്യപ്പെട്ട് സ്വീകരിക്കാത്ത പക്ഷം I shall require it of him. ഞാൻ ആ മനുഷ്യനോട് കണക്ക് ചോദിക്കും എന്റെ നബിയെ സ്വീകരിക്കാത്തവരോട്. ഇതേ ആശയം ഖുർആൻ പറയുന്നുവല്ലോ. ബിസ്മില്ലാഹിർ സൂറത്തുൻ നിസാ chapter 4. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ. സന്മാർഗം എന്താണെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം ഈ പ്രവാചകന് എതിർ നിൽക്കുന്നവർ, സത്യവിശ്വാസികളുടെ മാർഗമല്ലാത്ത മറ്റു മാർഗം സ്വീകരിക്കുന്നവർ, അവൻ പോകുന്നിടത്തേക്ക് നാം അവനെ നയിക്കും, പിന്നെ എത്തിച്ചേരുന്നത് കത്തിയാളുന്ന നരകത്തിലേക്കാണ്. അതൊരിക്കലും നല്ല ഇടമല്ല കേട്ടോ, അല്ലാഹു പറയാണ്. ഡ്യൂട്രോണോമി എന്ന് പറയുന്ന ആവർത്തന പുസ്തകം ചാപ്റ്റർ 18 18ാമത്തെ അധ്യായം 2 വേഴ്സ് നമ്പർ 20 മൂന്നാമത്തെ അതുകൂടെ വായിക്കാൻ. But the prophets, പക്ഷേ പ്രവാചകൻ, which shall presume to speak a word in my name, which I have not commanded him to speak, or that speak in the name of other gods, even that prophet shall die. ഞാൻ പറയാത്ത എന്തെങ്കിലും ഈ പ്രവാചകൻ പറയുകയോ മറ്റു ദൈവങ്ങളുടേതെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുകയോ ചെയ്താൽ ഈ പ്രവാചകനും മരിക്കേണ്ടി വരും, ശിക്ഷ വരും. നബിക്ക് പോലും അള്ളാഹു പറയുന്നതേ അറിയിച്ചു കൊടുക്കാൻ പറ്റൂ. അങ്ങനെയാണ്. ജൂതന്മാർ ചോദിച്ചില്ലേ നബിയോട് ചില ചോദ്യങ്ങൾ. മക്കാ മുശ്രിക്കുകളോടാണ്, മക്കായിലെ പാഗൻസ്, അവരോടാ ചോദിച്ചത്. ഈ നബി സത്യനബിയാണെന്ന് അറിയാൻ എളുപ്പമാണ് ചില ചോദ്യങ്ങൾ. ആ നബിയോട് ആത്മാവിനെ സംബന്ധിച്ച് ചോദിക്കണം. ആ നബിയോട് ദുൽഖർനൈൻ എന്ന സൈറസ് ചക്രവർത്തിക്ക് എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കുക. ആ നബിയോട് the mighty 7 sleepers in the cave, ഗുഹയിൽ ഉറങ്ങിയ 7 യുവാക്കളെ സംബന്ധിച്ച് ചോദിക്കുക. ഇതിന് ഉത്തരം തന്നാൽ മക്കക്കാരെ ഈ മുഹമ്മദ് നബി സത്യനബിയാണ് കേട്ടോ എന്ന് ജൂതന്മാർ മക്ക മുശ്രിക്കുകളോട് പറഞ്ഞിരുന്നു. പ്രൊവോക്ക് ചെയ്യാൻ അവർ ചോദിച്ചു എന്താണ് ആത്മാവിനെ സംബന്ധിച്ചുള്ള വിഷയം. പറഞ്ഞു കൊടുത്തു. ഖുലിർ റൂഹു മിൻ അംരി റബ്ബി. ആത്മാവ് എൻ്റെ അല്ലാഹുവിൻ്റെ അതിവിശിഷ്ടമായ ഒരു സൃഷ്ടിയാണ്. വിശദീകരിച്ചു പറയാൻ എനിക്കാവില്ല. എന്താണ് ദുൽഖർനൈൻ? ആരാണ് അസ്ഹാബുൽ കഹ്ഫ്? ഗുഹാവാസികൾ ആരാണ്? നബി തങ്ങൾ പറഞ്ഞു, ഞാൻ നാളെ പറഞ്ഞുതരാം. നബി തങ്ങൾക്ക് അറിഞ്ഞില്ല. 3 മാസങ്ങൾക്ക് ശേഷമാണ് വഹി വന്നത്, ദിവ്യബോധനം. ആൾക്കാർ കളിയാക്കി, എന്തേ നിങ്ങളുടെ പടച്ചവൻ നിങ്ങൾക്ക് ഉത്ബോധനം തന്നില്ലയോ? അള്ളാഹു ഒരു ആശയം പഠിപ്പിക്കുക. നിങ്ങൾ ചോദിക്കുമ്പോൾ ഉടനെ ഉത്തരം തരാൻ എൻ്റെ നബിക്ക് കഴിയില്ല. ഞാൻ കൊടുക്കുന്ന ഉത്ബോധനമാണ് ഈ നബി നിങ്ങളോട് പറയാം. എന്നിട്ട് ആഴ്ചകൾക്ക് ശേഷമാണ് ഗുഹാവാസികളെ സംബന്ധിച്ചുള്ള വിഷയം സൂറത്തുൽ കഹ്ഫിൽ അള്ളാഹു പഠിപ്പിക്കുന്നത്. ദുൽഖർനൈൻ എന്ന സൈറസ് ചക്രവർത്തിയെ കുറിച്ച് പറയുന്നത്. ഈ ഗ്യാപ്പിന് എന്താണ് ആ ഗ്യാപ്പ് വരാൻ കാരണം? അള്ളാഹു പഠിപ്പിക്കുകയായിരുന്നു. ഇറ്റ്സ് എ റെവലേഷൻ. ഇത് അള്ളാഹു നൽകുന്ന ദിവ്യബോധനമാണ്. അങ്ങനെ പറഞ്ഞു കൂട്ടാൻ കഴിയില്ല. സുബ്ഹാനല്ലാഹ്. അങ്ങനെ പറഞ്ഞാൽ ആ നബിക്ക് മരിക്കേണ്ടി വരും. ഇങ്ങനെ ഇതേ പ്രയോഗം പരിശുദ്ധ ഖുർആനിൽ കാണാൻ കഴിയും. സുബ്ഹാനല്ലാഹ്. സൂറത്തുൽ ഹാഖ. വലൗ തഖവ്വല അലൈനാ ബഅദൽ അഖാവീൽ. നമ്മുടെ മേൽ എന്തെങ്കിലും വാക്കുകൾ ഈ നബി പടച്ചുണ്ടാക്കുകയാണെങ്കിൽ ലഅഖദ്നാ മിൻഹു ബിൽ യമീൻ. ആ നബിയുടെ വലത് കൈ ഞാൻ പിടിക്കും. സുമ്മ ഖതഅനാ മിൻഹുൽ വതീൻ. ആ നബിയുടെ ഹൃദയത്തിലേക്ക് ചേരുന്ന ഞരമ്പ് ഞാൻ മുറിച്ചെടുക്കും. എന്ന് പറഞ്ഞാൽ എന്താ? മരിക്കേണ്ടി വരും ദാരുണമായി. ഫമാ മിൻകും മിൻ അഹദിൻ അൻഹു ഹാജിസീൻ. നിങ്ങൾ ആർക്കും ആ നബിയെ എന്റെ ശിക്ഷയിൽ നിന്ന് തടുക്കാനും കഴിയില്ല.
അള്ളാഹുവിന്റെ റസൂലിന് ഇതൊക്കെ മറച്ചു വെച്ചൂടെ? അവിടുന്ന് കള്ളത്തരമുണ്ടായിരുന്നുവെങ്കിൽ തങ്ങളോട് കർക്കശമായി പറയുന്ന ഭാഗമാണിത്. അങ്ങനെയൊന്നും എനിക്ക് വന്നിട്ടില്ലെന്ന് പറഞ്ഞാൽ ആരറിഞ്ഞു? അവരുടെ സദസ്സിലേക്ക് വന്നിരുന്ന കണ്ണു കാണാത്ത സ്വഹാബി അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹു, അല്ലേ? അന്നത്തെ ഖുറൈശി എലൈറ്റ്സ് പ്രമാണിമാർ പറഞ്ഞത്, ഞങ്ങൾക്ക് മാത്രം ഇസ്ലാം പറഞ്ഞു തരാണെങ്കിൽ ഞങ്ങൾ കൂടിയിരിക്കാം, നമുക്കൊരു 5 സ്റ്റാർ മീറ്റിംഗ് അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇരിക്കാം. പക്ഷേ മുഹമ്മദ് നബിയെ നിങ്ങളുടെ കൂടെ കൂടിയ ചില ആൾക്കാരുണ്ടല്ലോ, ചില അന്ധന്മാർ, അടിമകൾ, ലൈബേഴ്സ്, ഈ പാവപ്പെട്ട തൊഴിലാളികൾ, ഇവരൊന്നും ഞങ്ങളുടെ സദസ്സിലേക്ക് വിടരുതേ. അങ്ങനെ വന്നാൽ ഞങ്ങൾക്ക് പറ്റില്ല. ഞങ്ങൾക്ക് മാത്രം ഒരു VIP മീറ്റിംഗ് വെച്ചാൽ ഇസ്ലാം എന്താണെന്ന് ഞങ്ങൾ കേൾക്കാൻ ഒരുക്കമാണ്. അങ്ങനെ ചർച്ച നടക്കുമ്പോഴല്ലേ കണ്ണു കാണാത്ത ഒരു സ്വഹാബി അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹു, യാ മുഹമ്മദ് നബിയെ, എവിടെയാണ് എൻ്റെ സീറ്റ്? എൻ്റെ സീറ്റ് എവിടെയാണ്? അല്ലാഹുവിൻ്റെ റസൂൽ ഹി ഫ്രൗണ്ട്, നബി തങ്ങൾ മുഖം ചുളിച്ചു. വതവല്ല, കണ്ടില്ലെന്ന് നടിച്ചു. എന്തേ? ഇയാളെ ഞാൻ പരിഗണിച്ചാൽ ഈ ആളുകൾ എഴുന്നേറ്റ് പോകുമല്ലോ, അവർക്ക് പിന്നെ ഞാൻ എങ്ങനെ ദീൻ പഠിപ്പിച്ചു കൊടുക്കും? അവിടുന്ന് വിഷമിച്ചു. ആയത്തിറങ്ങി, അള്ളാഹുവിന്റെ റസൂലിനെ ഉണർത്തിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ ഇറങ്ങി. അതുപോലും നബി തങ്ങൾ നമുക്ക് മറച്ചു വെച്ചില്ല. ബിസ്മില്ലാഹിർ റഹ്മാൻ, സൂറത്തു അബസ. അബസ വതവല്ല അൻ ജാഅഹുൽ അഅമാ. അന്ധനായ ഒരു മനുഷ്യൻ വന്നപ്പോൾ അവർ മുഖം ചുളിച്ചുവല്ലോ, മുഖം തിരിച്ചുവല്ലോ. ആരോടാ പറയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വമാ യുദ്രീക ലഅല്ലഹു യസ്സക്ക ഔ യദ്ദക്കറു ഫതൻഫഅഹു ദിക്റാ. ഈ ധാർഷ്ട്യവുമായി ധിക്കാരവുമായി വന്നിരിക്കുന്ന ആളുകളെക്കാളും സന്മാർഗം സ്വീകരിക്കാൻ പാവപ്പെട്ട എത്രയോ ആളുകൾ ഒരുക്കമല്ലേ? അവർക്ക് നന്നാകാൻ കഴിയുമായിരുന്നില്ലേ? അങ്ങെന്തിനാ ഇവരെങ്ങനെ പിടിച്ചു നിർത്തുന്നത്? വേണ്ടെങ്കിൽ അവർ പൊയ്ക്കോട്ടെ. ആരെയും ഫോഴ്സ് ചെയ്യാൻ അങ്ങയെ കൊണ്ട് കഴിയില്ല നബിയെ. അങ്ങ് എന്തിനാ മുഖം ചുളിച്ചത്? എന്തിനാ മുഖം തിരിച്ചു കളഞ്ഞത്? അള്ളാഹുവിന്റെ ഈ വചനങ്ങൾ പോലും മറച്ചു വെച്ചില്ല മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആയാത്തുൻ തുത്ല, വിശുദ്ധ ഖുർആൻ ഓതപ്പെടുന്ന ആയത്തുകളാണിത്. അപ്പോ എന്തെങ്കിലും നുണ പറഞ്ഞുണ്ടാക്കി പറഞ്ഞാൽ ആ പ്രവാചകനെ ഞാൻ പിടികൂടുമെന്ന് ഡിയൂട്രോണോമിയിലെ ഈ വചനം ചാപ്റ്റർ 18 verse number 20 അവസാനത്തെ കൂടെ, and if thou say in thine heart, how shall we know the word which the Lord has not spoken? ഇത് പടച്ചോന്റെ വാക്കാണോ അല്ലയോ എന്ന് ഞാൻ എങ്ങനെ അറിയും അല്ലാഹ് എന്നാണ് മൂസ നബിയെ നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ അതിന്റെ മറുപടി, when a prophet speaketh in the name of the Lord, all the English and speaks. When a prophet speaketh in the name of the Lord, if the thing follow not, nor come to pass, that is the thing which the Lord hath not spoken, but the prophet hath spoken it presumptuously, thou shalt not be afraid of him. ഈ നബി സംഭവിക്കുമെന്ന് പറഞ്ഞത് സംഭവിക്കാതിരിക്കുകയോ ഇങ്ങനെ നടക്കാൻ പോകുന്നുവെന്ന് പറഞ്ഞത് നടക്കാതിരിക്കുകയോ ചെയ്താൽ അങ്ങേക്ക് മനസ്സിലാക്കാം ഇത് അള്ളാഹു പറഞ്ഞതല്ല, അള്ളാഹു പറഞ്ഞത് നടക്കുക തന്നെ ചെയ്യും. അങ്ങനെ മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് പേടിക്കണ്ട കേട്ടോ. യാ അല്ലാഹ്, എത്ര അത്ഭുതങ്ങളാണ്! നൂറുകണക്കിന് അത്ഭുതങ്ങളല്ലേ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് പറഞ്ഞു പോയത്. അന്ത്യനാൾ അടുക്കുന്ന നേരം അറബ് ലോകത്ത് ഉയർന്ന കെട്ടിടങ്ങൾ വരുമെന്ന് പറഞ്ഞതുപോലും സ്വഹീഹ് ബുഖാരിയിൽ മുസ്ലിമിൽ രേഖപ്പെടുത്തപ്പെട്ട ഹദീസല്ലയോ? കാലിൽ ചെരുപ്പ് ധരിക്കാൻ വകയില്ലാത്തവർ, ഉടുതുണിക്ക് മറുതുണിയില്ലാത്തവർ, ആടുമാടുകളെ വെച്ച് നടക്കുന്ന ആളുകൾ will be competing in constructing lofty buildings. യാ അല്ലാഹ്, ഒട്ടകത്തിന്റെ കൈപിടിച്ചു നടന്നവർ ടോളസ്റ്റ് ബിൽഡിങ്ങുകൾക്ക് മത്സരിക്കുന്ന കാലം അന്ത്യനാളിന്റെ അടയാളമാണ്. അത് ഹറാമായതുകൊണ്ടല്ല, അതൊരു എന്ന് പറഞ്ഞു. മരുഭൂമിയിൽ ബിൽഡിംഗ് പോയിട്ട് ഒരു കെട്ടിടം നിൽക്കാനുള്ള കഴിവുണ്ടോ ഈ മണൽത്തരികൾക്ക്? നൂറുകണക്കിന് മൾട്ടി സ്റ്റോറി ബിൽഡിംഗ്, എത്ര ടെക്നോളജി വേണം, അതിന് എഞ്ചിനീയേഴ്സ് വേണ്ട, എന്തെല്ലാം വേണം. ഇതൊക്കെ അന്ത്യനാളിനോട് അടുക്കുമ്പോൾ വരുമെന്ന് പറഞ്ഞു പോയി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളോടൊക്കെ അത് വിശദീകരിക്കണോ? നമ്മൾ എന്താ കാണുന്ന ലോകം? അവിടെ നിന്ന് പറഞ്ഞത് സംഭവിക്കാതിരുന്നാൽ മനസ്സിലാക്കിക്കോ, ഇത് കള്ളം പറഞ്ഞതാണ്. ഇതൊക്കെ ഒരു കോയിൻസിഡൻസ്, അത് അങ്ങനെ ഒത്തു വന്നതാകാം. ഐ ചലഞ്ച്. മനുഷ്യൻ ചിന്തിക്കണം. സുബ്ഹാനല്ലാഹ്.
മൂസ നബി അലൈഹിസ്സലാമിനെ പോലെയുള്ള ഒരു പ്രവാചകനും ഇസ്രായേലിൽ വന്നിട്ടില്ല. അല്ലേ? ക്രിസ്ത്യാനികൾ പറയും ഇത് ഈസ നബി അലൈഹിസ്സലാമിനെ കുറിച്ചുള്ള വചനമാണ്. ഓക്കേ, we are ready to hear from you. ഞങ്ങൾക്ക് ചില ചോദ്യങ്ങളുണ്ട്. മൂസ നബി അലൈഹിസ്സലാമിനെ പോലെയുള്ള പ്രവാചകൻ എന്താ പറഞ്ഞത്? And I will raise them up a prophet from among their brethren like unto thee, like unto you, thee. All the English and Shakespearean literature പഠിച്ച ആളുകൾ നിന്നെ പോലെയുള്ള ഒരു പ്രവാചകൻ സഹോദരന്മാരിൽ നിന്ന് വരും. അവിടെ തന്നെ ഈസ നബി അലൈഹിസ്സലാം ജൂതനായിരുന്നു, അതല്ലേ? എന്താ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്? ഒരു പ്രവാചകൻ വന്നാൽ ആ പ്രവാചകന്റെ കാലക്കാർ, ആ പ്രവാചകന് ശേഷം അടുത്ത ഒരു നബി വന്നാൽ ആ പ്രവാചകനെയാണ് വിശ്വസിക്കേണ്ടത്. ജൂതന്മാർക്ക് തെറ്റുപറ്റിയത് എവിടെയാണ്? ഈസ നബി അലൈഹിസ്സലാം വന്നപ്പോൾ അവർ ഈസ നബിയിൽ വിശ്വസിക്കണമായിരുന്നു. ഈസ നബിയിൽ വിശ്വസിച്ച ക്രിസ്ത്യാനികൾ ജൂതന്മാർ ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്തതാണ്. പക്ഷേ ഈസ നബി അലൈഹിസ്സലാം ജൂതമതമെന്നോ ക്രിസ്തുമതമെന്നോ പ്രയോഗിച്ചില്ല. അത് ചരിത്രമാണ്, ഞാൻ അതിലേക്ക് ആഴത്തിൽ കടക്കുന്നില്ല. ക്രിസ്ത്യാനികൾക്ക് എവിടെയാണ് തെറ്റുപറ്റിയത്? മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന ആ പ്രവചിക്കപ്പെട്ട പ്രവാചകൻ വരുമ്പോ അവർ ഈ നബിയെ പിന്തുടരണമായിരുന്നു. പക്ഷേ അത്ഭുതം ഒരുപാട്. മക്കയിലും മദീനയിലുള്ള മുഴുവൻ ക്രിസ്ത്യാനികളും അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതകാലത്ത് മുസ്ലിമായവരാണ്. എന്തേ? അവർക്കിതറിയാമായിരുന്നു. യാ അല്ലാഹ്, മൂസ നബി അലൈഹിസ്സലാമിനെ പോലെയുള്ള ഒരു പ്രവാചകനായിരുന്നു ഈസ നബി അലൈഹിസ്സലാം. അല്ല, ആവർത്തന പുസ്തകം ഡ്യൂട്ടറോണമി തന്നെ ചാപ്റ്റർ 34 പറയുന്നുണ്ട്, and there arose not a prophet since in Israel like unto Moses, whom the Lord knew face to face. എടുക്കുന്നില്ല, ഡ്യൂട്ടറോണമി തന്നെയുള്ളത് ചാപ്റ്റർ നമ്പർ 34. മൂസ നബിയെ പോലെയുള്ള ഒരു പ്രവാചകൻ ഇസ്രായേലുകളിൽ വന്നിട്ടുമില്ല. അപ്പൊ ആരല്ല അത്? അത് ഈസ നബി അലൈഹിസ്സലാം അല്ല. എന്തുകൊണ്ടല്ല? മൂസ നബി അലൈഹിസ്സലാമിനെ പോലെയുള്ള നബിയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുകൊണ്ട് അങ്ങനെയാണ്? ഒരു കമ്പാരിസൺ. മൂസ നബി അലൈഹിസ്സലാമിനെ പോലെയുള്ള നബിയാണോ ഈസ നബി അലൈഹിസ്സലാം? അല്ല. എന്തുകൊണ്ടല്ല? മൂസ നബി അലൈഹിസ്സലാമിന്റെ ജനനം മാതാവിൽ നിന്നും പിതാവിൽ നിന്നുമാണ്. മൂസ നബി അലൈഹിസ്സലാമിന്റെ വാപ്പയുണ്ട് ഇമ്രാൻ, മൂസ ഇബ്നു ഇമ്രാൻ. അവർക്ക് ഉമ്മയുണ്ട് ലോഹ റളിയല്ലാഹു അൻഹ. ലൂഹ എന്ന് പറയുന്നവർ മൂസ നബിയുടെ ഉമ്മയാണ്. ഉമ്മയുണ്ട്, വാപ്പയുണ്ട്. ഈസ നബിക്ക് ഉമ്മയുണ്ടോ വാപ്പുണ്ടോ? ഇല്ല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൂസ നബിയെ പോലെയുള്ള നബിയാണ്. എങ്ങനെ? അവർക്ക് ഉമ്മയുണ്ട് ആമിന റളിയല്ലാഹു അൻഹ. ഹിന്ദു പുരാണത്തിൽ രസകരമായൊരു ഭാഗം വരാനുണ്ട് നബി തങ്ങളുടെ ഉമ്മയെക്കുറിച്ച്, വാപ്പയെക്കുറിച്ച്. അവിടുത്തെ ഉപ്പ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു. പിതാവുണ്ട്, മാതാവുണ്ട്. ഈസ നബി അലൈഹിസ്സലാമിൻ്റെത് അത്ഭുത ജനനമാണ്. എന്താണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്? വളരെ വ്യക്തമാണ്. ഈസ നബി അലൈഹിസ്സലാം യേശു ക്രിസ്തു എന്ന് ക്രിസ്തുമത വിശ്വാസികൾ പറയുന്നവർ അള്ളാഹുവിന്റെ പ്രവാചകരാണ്. ഞാൻ ദൈവപുത്രനാണെന്ന് പറഞ്ഞവരല്ല, ഞാൻ ദൈവമാണെന്ന് പറഞ്ഞവരല്ല, അള്ളാഹുവിന്റെ ദൂതൻ മാത്രമാണ്. വമുബശ്ശിറൻ ബിറസൂലിൻ യഅതി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ്. എനിക്ക് ശേഷം വരാനുള്ള അഹ്മദ് എന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. വസുമ്മീതു അഹ്മദ. എനിക്ക് അല്ലാഹു അഹ്മദ് എന്ന പേര് വെച്ചിട്ടുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഒരു നബി വരുന്നുവെന്ന് സുവിശേഷം, നല്ല വിശേഷം പറയാൻ വന്ന നബിയാണ് ജീസസ്, ഈസ നബി അലൈഹിസ്സലാം. മാതാവില്ല, പിതാവില്ല. ആദം നബി അലൈഹിസ്സലാമിനെ പോലെയാണ് ഈസ നബി എന്നാണ് ഇസ്ലാം പറയുന്നത്. ഇന്ന മതല ഈസ ഇൻദല്ലാഹി കമതലി ആദം. ഈസ നബിയെ ഒരു പിതാവില്ലാതെ അത്ഭുതകരമായി ജനിച്ച ഈസ നബി അലൈഹിസ്സലാം ആ ഒരു ജനനം കൊണ്ട് ദിവ്യത്വം, ഡിവിനിറ്റി കൊടുക്കേണ്ടതുണ്ടോ? അങ്ങനെയെങ്കിൽ ആദം നബി അലൈഹിസ്സലാം അല്ലയോ ദൈവത്തിന്റെ പുത്രനാകേണ്ടത്? അവർക്ക് ഉമ്മയില്ല, വാപ്പയുമില്ലല്ലോ. പരിശുദ്ധ ഖുർആൻ ചിന്തിപ്പിക്കുകയാണ്. ഇതിനൊരു അത്ഭുതമുണ്ട് കേട്ടോ. സ്വഹീഹായ ഹദീസിൽ വന്നിട്ടുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന എൻ്റെ പ്രവാചകർ ആദം നബി അലൈഹിസ്സലാമിനെ പടക്കുന്നതിന്റെ മുമ്പേ കുന്തു നബിയൻ വആദമു ബൈനൽ മാഇ വത്വീൻ. ആദം നബി അലൈഹിസ്സലാം കളിമണ്ണും വെള്ളവുമായിരിക്കെ ഞാൻ നബിയായിരുന്നുവെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ തൊട്ടുടനെ വരുന്നത് ആരാണ്? ആദം നബി അലൈഹിസ്സലാം. ഉമ്മയില്ല, അത്ഭുതകരമായൊരു ജനനം ഇങ്ങോട്ട് വന്നു. അവസാനം വരുന്നു ഈസ നബി അലൈഹിസ്സലാം, അത്ഭുതകരമായ ജനനം. പിന്നെ വരുന്നു മുഹമ്മദുർ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ പ്രവാചകന്മാരെന്ന 1,24,000 എന്ന ഹദീസ് സ്വീകരിച്ചാൽ അത്രയും നബിമാരുടെ ആദ്യം വന്ന ആദം നബി അലൈഹിസ്സലാം അത്ഭുത ജനനമാണ്. അവസാനത്തിന്റെ മുമ്പ് വന്ന ഈസ നബി അലൈഹിസ്സലാം അത്ഭുത ജനനമാണ്. ഈ ആദ്യത്തിന്റെ മുമ്പുണ്ട് അവിടുത്തെ റൂഹ്, അവസാനത്തേതിന്റെ ശേഷം വന്നു ഫിസിക്കലി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ 2 വരവിന്റെയും തൊട്ട് മുമ്പത്തെ അക്ഷങ്ങൾ അത്ഭുതമാണ്. ഇൻഷാ അല്ലാഹ് വഴിയെ നമ്മുടെ ചർച്ചകൾ മനസ്സിലാവുമ്പോൾ ഹദീസിനെ സംബന്ധിച്ച് നമുക്ക് പെട്ടെന്ന് പിടികിട്ടും. നമ്മൾ ചില ബേസിക്കുകൾ നൽകാനാണ് ഈ സംഭവം നമ്മൾ ഈ നേരം നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. മൂസ നബി അലൈഹിസ്സലാമിന് ഭാര്യയുണ്ടായിരുന്നു, മക്കളുണ്ട്. മൂസ നബിയുടെ ഭാര്യയാണ് ഇറൂൻ എന്ന മഹാനായ മനുഷ്യന്റെ ചരിത്രം പറയുന്നു ഷുഐബ് നബി അലൈഹിസ്സലാമാണെന്ന്. അവരുടെ പുത്രി സഫൂറ ബീവി റളിയല്ലാഹു അൻഹ മൂസ നബിയുടെ ഭാര്യയാണ്. സഫൂറ ബീവിക്ക് സഹോദരിയുണ്ട് ലിയ, അത് ബൈബിൾ പുസ്തകത്തിൽ കാണാൻ കഴിയും. അവർക്ക് ഭാര്യയുണ്ട്, മക്കളുണ്ട്. ഈസ നബി അലൈഹിസ്സലാം കല്യാണം കഴിച്ചിട്ടുണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെ ഈസ നബി മൂസ നബിയെ പോലെയാവുക? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കല്യാണം കഴിച്ചിട്ടുണ്ടല്ലോ. അവർക്ക് ഭാര്യമാരുണ്ട്, മക്കളുണ്ടായിട്ടുണ്ട്. മൂസ നബിയെ പോലെയുള്ള ഒരു നബി. സുബ്ഹാനല്ലാഹ്. മരണം മൂസ നബിയുടേത് സ്വാഭാവിക മരണമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വാഭാവിക മരണമാണ്. ഈസ നബി മരിച്ചിട്ടുണ്ടോ? ഇല്ല. വലാകിൻ റഫഅനാ, ജൂതന്മാരുടെ കരാളഹസ്തങ്ങളിൽ നിന്ന് മഹാനായ പ്രവാചകൻ അല്ലാഹു ആകാശത്തിലേക്ക് ഉയർത്തുകയാണ് ഉണ്ടായത്. ലോകാവസാനത്തിന്റെ മുമ്പ് ധർമ്മവും സത്യവും ഇസ്ലാം ബോധ്യപ്പെടുത്താൻ, അന്ത്യപ്രവാചകരുടെ സന്ദേശം ഊന്നിപ്പിടിക്കാൻ ഈസ നബി അലൈഹിസ്സലാം അവതരിക്കുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നവരാണ് ലോകത്തെ മുസ്ലിമീങ്ങൾ. ഇന്നത്തെ സിറിയയുടെ തലസ്ഥാനമായ ഡമസ്കസ്, ഡമസ്കസിന്റെ കിഴക്കു ഭാഗത്തുള്ള പരിശുദ്ധമായ ഒരു പള്ളിയുടെ മുനാരം, ഇന്നത്തെ അൽ മസ്ജിദുൽ അമവി, ആ മുനാരത്തിലൂടെ ഒരു പ്രഭാത നേരം മാലാഖമാരുടെ തോളിൽ കൈവച്ചുകൊണ്ട് ഈസ നബി അലൈഹിസ്സലാം അന്ത്യനാളിന്റെ മുമ്പ് ഇറങ്ങി വരുമെന്നും 40 വർഷം ജീവിക്കുമെന്നും, അങ്ങനെ 33ാമത്തെ വർഷം ഉയർത്തപ്പെട്ട നബി 40 വർഷം കൂടെയായി 73ാമത്തെ വയസ്സിൽ മരണപ്പെടുമെന്നും, അവരുടെ മരണപ്പെട്ട് ഖബറടക്കം ചെയ്യുന്നത് മദീനയിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധ ശരീരത്തിനരികിലായിരിക്കും എന്ന് പോലും in minute details എല്ലാം വ്യക്തമായി പറഞ്ഞു തന്നിട്ടുണ്ട് മുഹമ്മദ് റസൂലുള്ളാഹി. മൂസ നബി അലൈഹിസ്സലാമിന് ശരീഅത്ത് നൽകിയിട്ടുണ്ട്. ഈസ നബിയുടേത് ശരീഅത്തായിരുന്നു. മൂസ നബിയുടെ ശരീഅത്തിനെ ശരിവെക്കാൻ വന്ന നിയമമാണ് ബൈബിൾ. ഓൾഡ് ടെസ്റ്റമെന്റ് ആണ് നിയമം. ഓൾഡ് ടെസ്റ്റമെന്റ്, പഴയ നിയമം. ആ നിയമത്തെ ഊന്നി പറയാനാണ് ഈസ നബി അലൈഹിസ്സലാം വന്നത്. അത് യേശു ക്രിസ്തു ഈസ നബി അലൈഹിസ്സലാം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഖുർആൻ മൂസ നബിയെ പോലെ വളരെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ലോകത്തിന്റെ അന്തിമ പ്രവാചകന് അന്തിമ സന്ദേശമായി ഖുർആൻ അവതരിച്ചിട്ടുണ്ട്. മൂസ നബിയെ പോലെ ആരാണ്? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൂസ നബി പലായനം ചെയ്തിട്ടുണ്ട് ഈജിപ്തിൽ നിന്ന് ഫലസ്തീനിലേക്ക്. ഈസ നബി പലായനം ചെയ്തിട്ടുണ്ടോ? ഇല്ല. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പലായനം ചെയ്തു. എവിടെന്ന്? മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ ഉണ്ടായിട്ടുണ്ട്. എ പ്രൊഫറ്റ് ലൈക്ക് അൻടു ദീ, നിങ്ങളെപ്പോലെയുള്ള ഒരു പ്രവാചകൻ വരും മൂസ നബിയെ. സുബ്ഹാനല്ലാഹ്. ജനങ്ങളുടെ പ്രതികരണം മൂസ നബിയുടേത് ആദ്യം ജനങ്ങൾ എതിർക്കുകയാണ്. പിന്നീട് ഏറ്റവും വലിയ ജനസമ്മതി കിട്ടി മൂസ നബി അലൈഹിസ്സലാമിന്. അതേപോലെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കയിലെ ജീവിതം ടൈം ഓഫ് സ്ട്രഗിൾ, കഷ്ടപ്പാടിന്റെ കാലമാണ്. മദീന, the life of acceptance, welcoming, ജനങ്ങളെല്ലാവരും സ്വീകരിക്കുന്നതാ പിന്നെ മദീനയിൽ കാണുന്നത്. 23 വർഷത്തെ ചരിത്രമാണ് നമ്മൾ ഈ പറയുന്നത്. എല്ലാം മൂസ നബിയെ പോലെ ചേരുന്നത് ആർക്കാണ്? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മറ്റാർക്കുമല്ല. സുബ്ഹാനല്ലാഹ്. അതുമാത്രമല്ല, ജനസിസ് എന്ന് പറഞ്ഞ ഉൽപ്പത്തി പുസ്തകം, ഈ ബൈബിൾ പുസ്തകത്തിന്റെ ആദ്യത്തെ ഭാഗമാണ് ജനസിസ് പുസ്തകത്തിൽ ചാപ്റ്റർ 49 വേഴ്സ് നമ്പർ 10, ചാപ്റ്റർ 49 വേഴ്സ് നമ്പർ 10, അതിലെ 49ാമത്തെ അധ്യായം വേഴ്സ് നമ്പർ 10, 10ാമത്തെ വചനം വേഴ്സ് നമ്പർ 10 The scepter shall not depart from Judah. The scepter, ഭരണത്തിന്റെ ചെങ്കോലിനാണ് scepter എന്ന് പറയാം. Shall not depart from Judah. അത് ജൂതന്മാരിൽ നിന്ന് ഒരിക്കലും ഭരണത്തിന്റെ ചെങ്കോൽ നഷ്ടപ്പെടുകയില്ല. Nor a lawgiver from between his feet.
നിയമനിർമ്മാണവും നിയമം പഠിപ്പിക്കുക എന്ന ആ ഒരു വലിയ ദൗത്യവും ജൂതന്മാരിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നത് എപ്പോഴാണ്? Until Shiloh come. Shiloh വരുന്നത് വരെ. എന്താണ് ഷിലോഹ് എന്ന വാക്കിന്റെ അർത്ഥം? സ്തുതിക്കപ്പെട്ടവൻ. യാ അല്ലാഹ്. എന്താണ് മുഹമ്മദ് എന്ന വാക്കിന്റെ അർത്ഥം? സ്തുതിക്കപ്പെട്ടവൻ. മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലൈഹി. Peace and blessings of Allah be upon him. ഷിലോഹ് വരുന്നത് വരെ. ഷിലോഹിന്റെ അർത്ഥം പഠിക്കണം. ഈ ഷിലോഹ് എന്ന വാക്കിന്റെ അർത്ഥം, ഇത് ഈ പറയുന്ന വചനം മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം, അതായത് ജേക്കബ്, യാക്കൂബ് നബിയുടെ മറ്റൊരു പേരാണ് ഇസ്രായേൽ. ബനി ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ യാക്കൂബ് നബിയുടെ മക്കൾ എന്ന വാക്കിന്റെ അർത്ഥം. യാക്കൂബ് നബിക്ക് യൂസുഫ് നബി അടക്കം 12 മക്കളാണ് ഉണ്ടായത്. 12 ട്രൈബ്സ്, 12 വംശപരമ്പരയാണ് ബനി ഇസ്രായേൽ. യാക്കൂബ് നബി 147-ാമത്തെ വയസ്സിൽ മരിക്കാൻ കിടക്കുമ്പോൾ തന്റെ മക്കൾക്ക് കൊടുത്ത ഉപദേശമാണ് ഈ ഓൾഡ് ടെസ്റ്റമെന്റ് പറയുന്നത് വചനങ്ങൾ. ഇവിടെ സുബ്ഹാനല്ലാഹ്, അല്ലാഹു പറയാ തജിദൂനഹു മക്തൂബൻ. ആ നബിയെ പറ്റി എഴുതപ്പെട്ടത് നിങ്ങളുടെ ഗ്രന്ഥത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ പറയാം ആ മുമ്പത്തെ കഥയാണ്. ഖുർആൻ ശരിയായിരിക്കാം, maybe right or wrong, പക്ഷേ ഖുർആൻ തജിദൂന, you can find it. പ്രസന്റ് ഫോമാണ്, ഇപ്പോൾ കാണാൻ. ഇങ്ങനെയൊക്കെ തിരുത്തിയിട്ടും ഈ ഷിലോഹ് തിരുത്തപ്പെടാതിരിക്കുന്നത് അള്ളാഹുവിന്റെ വചനം സത്യമാണെന്ന് മനുഷ്യരെ പഠിപ്പിക്കാനാണ്. അല്ലെങ്കിൽ അള്ളാഹിന്റെ വചനം നുണയായില്ലേ? ഉണ്ടെന്ന് പറഞ്ഞ് എവിടെ കാണുന്നു? നിങ്ങൾ ഉണ്ടായിരുന്നു, ആർക്കറിയാം ഉണ്ടായിരുന്നു? ഇല്ല, ഇപ്പോഴും ഉണ്ട്. ഇതൊന്നും സത്യത്തിന്റെ അംശം ചിതറിക്കിടക്കുന്നുണ്ട് ഇപ്പോഴും. ഇത് മുഴുവൻ സത്യമാണെന്നല്ലേ പറഞ്ഞതിനർത്ഥം? ഖുർആനോട് യോജിച്ചു വരുന്ന വചനങ്ങളാണ് നമ്മൾ. ഷിലോഹ്, ആരാണ് ഈ ഷിലോഹ്? എന്താണ് ഈ ഷിലോഹ് എന്ന വാക്കിന്റെ അർത്ഥം? എന്താണ് ഷിലോഹ് എന്ന് പറഞ്ഞാൽ? the one pray, അവകാശി, പ്രവാചകൻ. and unto him shall the gathering of the people be. ആ പ്രവാചകനിലേക്കായിരിക്കും മഹാഭൂരിപക്ഷം ജനങ്ങളും ചേരുക. ആ പ്രവാചകന്റെ കൂടെയായിരിക്കും. ഏറ്റവും വലിയ ജീവിതം മാതൃകയായി സ്വീകരിച്ച് പെരുമാറുന്ന ജനസഞ്ചയം ഇന്ന് ലോകത്ത് നമ്പർ 1 മുസ്ലിമീങ്ങളാണ്, ക്രിസ്ത്യാനികളാണ് നമ്പർ 1. പക്ഷേ they don't follow their religion, they don't live their religion. അവരുടെ മതം അനുസരിച്ച് ജീവിക്കുന്നവരല്ല. ക്രിസ്മസ്, ജനനം, മരണം, ഈസ്റ്റർ, ഇത് കഴിഞ്ഞാൽ കാര്യമായ ചലനങ്ങൾ ക്രിസ്ത്യാനികളുടെ ജീവിതത്തിൽ ബൈബിൾ കൊണ്ട് നടത്താൻ പറ്റുന്നില്ല. പക്ഷേ മുസ്ലിമീങ്ങൾ ഇങ്ങനെ വലിയ ജനസഞ്ചയം ആ പ്രവാചകന്റെ കൂടെയാണ്. എവിടെ പറയുന്നു? ജനസിസ് ചാപ്റ്റർ 49 വേഴ്സ് നമ്പർ 10. യാ അല്ലാഹ്, യോഹന്നാൻ, ഇതിപ്പോ ഓൾഡ് ടെസ്റ്റമെന്റ് ജൂതന്മാരുടെ ഗ്രന്ഥമാണെന്ന് പറയാം. അപ്പൊ ഇനി ക്രിസ്ത്യാനികളുടേതെന്ന് അവർ പറയുന്ന ബൈബിൾ പുസ്തകം അതിലുണ്ട് എന്ന് ഖുർആൻ പറയുന്നു. എന്താ? തൗറാത്ത് വൽ ഇൻജീൽ. ഇൻജീലിൽ